സംസ്ഥാനത്ത് ശക്തമായ മഴ. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 9 ജില്ലകളിലും യെല്ലോ അലർട്ട് ആണ്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി ഉയർന്നു. സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യത. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുകൂടി അറിയിക്കുന്നു. മഴയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് മനീഷ് മഹിവാൽ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, എറണാകുളത്ത് നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ എന്നിവർ എനിക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം മനീഷ് മഹിബാൽ ചേരുകയാണ് തിരുവനന്തപുരത്ത്. മനീഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. മനീഷ്, തിരുവനന്തപുരത്ത് ഇന്നലെ കാര്യമായി മഴ പെയ്തിരുന്നു. ഇന്നും കനത്ത മഴ തുടരുകയാണോ? എന്താണ് ഈ തലസ്ഥാന ജില്ലയുടെ അവസ്ഥ? താരതമ്യേന മധ്യ വടക്കൻ ജില്ലകളിലാണ് ഇന്ന് കനത്ത മഴ പെയ്യുമെന്നുള്ള പ്രവചനമുള്ളത്. ഇന്നലെയൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ കനത്ത മഴയുണ്ടായിരുന്നെങ്കിൽ കൂടി വൈകുന്നേരത്തോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആയിട്ട് മഴ കാര്യമായില്ല. എന്നാൽ ഇടതോർന്ന മഴ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട് എന്ന് പല തലത്തിൽ നിന്നും അറിയിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അടുത്ത 5 ദിവസത്തേക്ക് കൂടി കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ തന്നെ മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബംഗാൾ ഉൾക്കടലിൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് ചക്രവാത ചുഴി രൂപപ്പെട്ടത് ന്യൂനമർദ്ദമായി മാറിയത് കൊണ്ട് കാറ്റോട് കൂടിയ മഴയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് ഇല്ല എങ്കിൽ കൂടി ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകൾക്ക് കൂടി ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്ത മഴയിൽ കെടുതികൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കാറ്റ് തന്നെയായിരുന്നു. മഴയോട് കാറ്റുണ്ടായിരുന്നു. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ 2 ജില്ലകൾക്കാണ് അലേർട്ടുകൾ ഉള്ളത്. ഒന്ന് കണ്ണൂരും കാസർഗോഡുമാണ്. അവിടെ 4 മീറ്റർ ഉയരത്തിൽ തിരമാല ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അവിടെ മുൻകരുതൽ എടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിലടക്കം മണ്ണൊലിപ്പ് അടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും രാത്രികാല നിരോധനങ്ങൾ പല സ്ഥലത്തുമുണ്ട്. മൂന്നാറിലേക്ക് ഗ്യാപ് റോഡിലുള്ള രാത്രികാല നിരോധനം നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ സാഹസിക ജലവിനോദങ്ങൾ അങ്ങനത്തുള്ള വിനോദങ്ങൾക്കും കൂടി നിയന്ത്രണം ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തുകയാണ്. ആ രീതിയിൽ നിയന്ത്രണം തുടരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും അലേർട്ട് ഉണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 29-ാം തീയതി വരെ അലേർട്ടുകൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത 5 ദിവസത്തേക്കും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ടുകൾ രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ചേരും. താങ്ക് യു മനീഷ് മഹിവാൽ. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുകയാണ് എന്നുള്ള ആശങ്ക ജനങ്ങളിൽ പരക്കുമ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അത് കാര്യമായി തന്നെ ഉയരുകയാണ്. ഇപ്പോൾ 135 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 136 അടിയാണ് റൂൾ കർവ്. ആ പരിധി നിലനിർത്തുന്നതിന് വേണ്ടി തമിഴ്നാട് നാളെ ഒരുപക്ഷെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കാരണം പെരിയാറിൽ നിലവിൽ മഴ തോർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം പുറത്തേക്ക് വന്നാൽ പോലും പെരിയാറിൽ ജലനിരപ്പ് കാര്യമായി ഉയരുകയോ വീടുകളിലേക്ക് വെള്ളം കയറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഈ ജലനിരപ്പ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലാണ്. ഈ തേക്കടിയിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന സ്ഥലമാണ്. ഈ ഷട്ടർ തുറന്നാണ് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അതിൽ കൃത്യമായി കാണാൻ കഴിയും 135 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 136 അടിയാണ് റൂൾ കർവ് പരിധി. ആ പരിധിയിലേക്ക് എത്തിയാൽ ഉറപ്പായും ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് വെള്ളം ഒഴുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പിൽവേ ഷട്ടറുകൾ തുറക്കണമെങ്കിൽ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുക തന്നെ ചെയ്യണം. അതായത് ഷട്ടർ ലെവൽ എന്ന് പറയുന്നത് 136 അടിയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മഴ മാറി നിൽക്കുന്നു, അതും ആശ്വാസകരമായ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടില്ല. മറ്റ് ചെറു ഡാമുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കല്ലാർകുട്ടി, പാമ്പള, അതുപോലെ തന്നെ പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മുതിരപ്പുഴയാറിലേക്കും പെരിയാറിലേക്കും ഉൾപ്പെടെ ജലം ഒഴുകിയെത്തുന്നുണ്ട്. ലോവർ പെരിയാറിലേക്ക് കൂടുതൽ വെള്ളം എത്താനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം പൊതുവെ ഇടുക്കിയിൽ കുറഞ്ഞു നിൽക്കുകയാണ്. മഴ മാറി നിൽക്കുകയാണ്. SKN. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 134.80 അടിയാണ്.
റൂൾ കർവ് പാലിക്കാൻ സിവിൽ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. 136 അടിയാണ് റൂൾ കർവ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുന്നുവെന്നാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കോഴിക്കോട്ടേക്ക് മിഥില ബാലൻ, കോഴിക്കോട് ജില്ലയിൽ മഴ കനത്ത് തന്നെ തുടരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പഞ്ചായത്തിന് അവധിയും പ്രഖ്യാപിച്ചല്ലോ. മിഥില ബാലൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് എസ്കേൻ. കോഴിക്കോട് ടൗണിൽ നിലവിൽ ഇപ്പോൾ മഴയില്ല, ചാറ്റൽ മഴയാണ്. പക്ഷേ അതേസമയം തന്നെ മലയോര മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ പ്രാദേശികമായ അവധി നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പഞ്ചായത്താണ് ഇത്തരത്തിൽ അവധി നൽകിയിട്ടുള്ളത്. മാവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പോലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നിലവിലും അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടങ്ങളിലെ റോഡുകളിലെല്ലാം വെള്ളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും ഇതുവഴിയുള്ള തടസ്സപ്പെട്ടിട്ടുണ്ട്. ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിപ്പുഴയും എല്ലാം ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 വീട്ടുകാരെ ഇപ്പോൾ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മാവൂർ മേഖലയിൽ നിന്നും എടുത്തു പറയാനുള്ള കാര്യം. മറ്റൊന്ന് കക്കയം ഡാമാണ്. കക്കയം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. 758.05 അടിയിലേക്ക് കക്കയം ഡാമിലെ ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധിക ജലം ഇന്നലെ രാത്രി മുതൽ തുറന്നു വിടുന്നുണ്ട്. 2 ഷട്ടറുകൾ ഒരടി വീതം ഉയർത്തിയിട്ടുണ്ട്. കുറ്റ്യാടി പുഴയിലേക്കാണ് ഈ ജലം എത്തുക. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കിഴക്കൻ മലയോര മേഖലകളിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ, കിഴക്കൻ മലയോര മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണുള്ളത്. പ്രാദേശികമായി ചിലയിടങ്ങളിൽ അവധി മാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രാദേശികമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് മലയോര മേഖലകളിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. SKM. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. കുട്ടികളെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. PP ബിനോജ് പറഞ്ഞു, SKN ഈ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാതെ കുട്ടികളെ മഴ ആസ്വദിക്കാൻ വിടട്ടെ. നമ്മളൊക്കെ ഈ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കോരിച്ചൊരിയുന്ന മഴ പെയ്യുമ്പോൾ ഈ മഴയത്ത് ഇറങ്ങി നടക്കാൻ ഒരു ആവേശം നമുക്കുണ്ടാകും. മഴ നമ്മളെ വല്ലാതെ മാടി വിളിക്കുന്ന പോലെ തോന്നും. എന്നാൽ ഇതേ മഴ തന്നെ ഓങ്കാര ശബ്ദത്തോടെ വരുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനും ആളുകളും ഒക്കെ വല്ലാതെ ഭയക്കുന്നു. കാര്യം മഴയുടെ കെടുതികളും ഇന്ന് വളരെ കൂടുതലാണ്. വെള്ളം ഒഴുകാനൊന്നും സ്ഥലമില്ലാതെ നമ്മുടെ വികസന പദ്ധതികൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ അനിവാര്യമായ അപകടങ്ങളാണ് എന്നുകൂടി കരുതണം.